കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കിന്ന് ഒരുമിച്ച് ഓഫ് കിട്ടി. രാവിലെ എണീറ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല വെളിച്ചം. ഒരു 11 മണിയായ ഫീലില്ലേ? ബട്ട് 5:30 ആയിട്ടേ ഉള്ളൂ. ഗൗരി നേരത്തെ റെഡിയായി ഇതേ ഹാളിൽ വന്ന് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. റെഡിയായി ഇറങ്ങാൻ നിൽക്കുമ്പോൾ AC ആരാ ഓഫ് ചെയ്യേണ്ടേ എന്ന് പറഞ്ഞൊരടി. ലാസ്റ്റ് അവൾ തന്നെ ഓഫ് ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ ഇതേ വിളക്ക് എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ വിളക്കും കെടുത്തി നേരെ ഇറങ്ങി. പോകുന്ന വഴിയിലാണ് ഞങ്ങളുടെ ക്ലിനിക്ക്. ഓഫ് ആയതുകൊണ്ട് പിന്നെ അങ്ങോട്ട് കയറിയതേ ഇല്ല. ഒരു സമാധാനം. പോകുന്ന വഴിയിലൊക്കെ ഒത്തിരി ആര്യവേപ്പ് കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഈന്തപ്പനകളും. ഇപ്പോൾ ദേ ഡേറ്റ്സൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന് നേരെ സൈഡിലായിട്ടാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പ്. അങ്ങനെ ബസ് വന്നു, തിരക്കൊന്നുമില്ല. അങ്ങനെ പൊക്കത്തെ സീറ്റൊക്കെ പിടിച്ച് കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. എവിടെയാണെന്നല്ലേ? ഇതാണ് ഇവിടുത്തെ ഗുരുവായൂർ അമ്പലം, കൊച്ചു ഗുരുവായൂർ ഇൻ ബാരൻ. അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവിടുന്ന് നെക്സ്റ്റ് പരിപാടീസ് നല്ലൊരു ഫുഡ് അടിക്കണം. നേരെ വിട്ടു സംഗീതയിലേക്ക്. അവിടുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വട വന്നു, പിന്നെ നല്ലൊരു ഫിൽറ്റർ കോഫിയും വന്നു. ആദ്യം വന്നത് എൻ്റെ മസാല ദോശയാണ്. അതാണ് ഇതിൻ്റെ മുഖത്തൊരു ശോകം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ വാഷ് ചെയ്തിട്ട് വന്നപ്പോഴേക്കും ഒരാൾ കഴിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ റെസ്റ്റ് റൂമിലൊക്കെ പോയി വന്നപ്പോഴേക്കും ദേ കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് നിൽക്കുന്നു. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം. അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങുമ്പോഴേക്കും കാണാം ദി ഇന്ത്യൻ ക്ലബ്. അതിൻ്റെ നേരെ സൈഡിലാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റോ. ഷോപ്പിംഗ് ആണ് ഉദ്ദേശം. അങ്ങനെ അവിടുത്തെ സാധനങ്ങളൊക്കെ കൂലങ്കഷമായി നോക്കി വാങ്ങുന്ന എൻ്റെ വൈഫ്. പിന്നെ സസ്യബുക്കുകളായതുകൊണ്ട് ലീഫി വെജീസൊക്കെയാണ് ഞങ്ങൾ നിറയെ കഴിക്കാറ്. അങ്ങനെ അവിടുത്തെ നീണ്ട ക്യൂവിൽ നിന്ന് ബില്ലൊക്കെ പേ ചെയ്ത് നേരെ മുകളിലേക്ക് പോയി. അവിടെയാണ് പാർക്കിംഗ്. അവിടെയുണ്ട് നമ്മുടെ ബബ്ലു ഭയ്യ. ഇതാണ് ബബ്ലു ഭയ്യ. വീട്ടിലെത്തി ടയേർഡായി രണ്ടാളും പോയി നന്നായി കിടന്നുറങ്ങി. ഞാൻ എണീറ്റിട്ടും ദേ നോക്ക് ഫോണ് കുത്തിയ ഒരാൾ മടി പിടിച്ച് കിടക്കുക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് 90s മൂവിയൊക്കെ കണ്ട് വെയിലൊക്കെ ഒന്ന് താന്നപ്പോൾ ഒരു ഈവനിങ് വാക്കിന് പോയി. എന്നിട്ടൊരു നല്ല ചായയൊക്കെ കുടിച്ച് അടുത്തുള്ള കോൾഡ് സ്റ്റോറിൽ നിന്ന് സാധനമൊക്കെ വാങ്ങി ഹൈവേയിലേക്ക് പോയി കുറച്ച് നേരം വായി നോക്കി നിന്ന് ഞങ്ങളുടെ ദിവസം എന്നങ്ങനെ അവസാനിപ്പിച്ചു. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കിന്ന് ഒരുമിച്ച് ഓഫ് കിട്ടി. രാവിലെ എണീറ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല വെളിച്ചം. ഒരു 11 മണിയായ ഫീലില്ലേ? ബട്ട് 5:30 ആയിട്ടേ ഉള്ളൂ. ഗൗരി നേരത്തെ റെഡിയായി ഇതേ ഹാളിൽ വന്ന് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. റെഡിയായി ഇറങ്ങാൻ നിൽക്കുമ്പോൾ AC ആരാ ഓഫ് ചെയ്യേണ്ടേ എന്ന് പറഞ്ഞൊരടി. ലാസ്റ്റ് അവൾ തന്നെ ഓഫ് ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ ഇതേ വിളക്ക് എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ വിളക്കും കെടുത്തി നേരെ ഇറങ്ങി. പോകുന്ന വഴിയിലാണ് ഞങ്ങളുടെ ക്ലിനിക്ക്. ഓഫ് ആയതുകൊണ്ട് പിന്നെ അങ്ങോട്ട് കയറിയതേ ഇല്ല. ഒരു സമാധാനം. പോകുന്ന വഴിയിലൊക്കെ ഒത്തിരി ആര്യവേപ്പ് കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഈന്തപ്പനകളും. ഇപ്പോൾ ദേ ഡേറ്റ്സൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന് നേരെ സൈഡിലായിട്ടാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പ്. അങ്ങനെ ബസ് വന്നു, തിരക്കൊന്നുമില്ല. അങ്ങനെ പൊക്കത്തെ സീറ്റൊക്കെ പിടിച്ച് കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. എവിടെയാണെന്നല്ലേ? ഇതാണ് ഇവിടുത്തെ ഗുരുവായൂർ അമ്പലം, കൊച്ചു ഗുരുവായൂർ ഇൻ ബാരൻ. അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവിടുന്ന് നെക്സ്റ്റ് പരിപാടീസ് നല്ലൊരു ഫുഡ് അടിക്കണം. നേരെ വിട്ടു സംഗീതയിലേക്ക്. അവിടുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വട വന്നു, പിന്നെ നല്ലൊരു